ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ഷിൽന ഷിലു. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നൊരു കുട്ടി ഷോപ്പിംഗ് വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. പാടി ശരവണ സ്റ്റോഴ്സിൽ ക്രിസ്മസ് ഡെക്കറേഷൻ ഐറ്റംസ് മേടിക്കാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഒരുവിധ എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. 9th ഫ്ലോർ വരെ ഉണ്ട് ശരവണ സ്റ്റോഴ്സ്. അതിൽ 6th ഫ്ലോറിലാണെന്ന് തോന്നുന്നു ക്രിസ്മസ് ഡെക്കറേഷൻ ഐറ്റംസ് വെച്ചിരിക്കുന്നത്. ഫ്രണ്ട് സൈഡിൽ തന്നെ ഒരുവിധ എല്ലാ സൈസും ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. മിനി ക്രിസ്മസ് ട്രീസ് വേറൊരു സൈഡിലായിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. അതെൻ്റെ അടുത്ത് ഷൂട്ട് ചെയ്യാൻ മറന്നുപോയി. നമ്മൾ ഏകദേശം 300 റുപ്പീസിൻ്റെ ക്രിസ്മസ് ട്രീ ആയിരുന്നു കേട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഗ്രീൻ കളറിൻ്റെ കൂടെ തന്നെ ഒരു വൈറ്റ് ഗിൽറ്ററിങ് ഉള്ള ഒരു ക്രിസ്മസ് ട്രീ ആയിരുന്നു സെലക്ട് ചെയ്തത്. അതേ സൈസിലുള്ള ഗ്രീൻ കളർ മാത്രമാണെങ്കിൽ നമുക്കൊരു 250-280 റുപ്പീസിനുള്ളിൽ തന്നെ നമുക്കത് കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ ക്രിസ്മസ് ട്രീയിലേക്ക് വേണ്ടിയിട്ടുള്ള ഡെക്കറേഷൻ ഐറ്റംസ് നോക്കി. ഏകദേശം നമ്മളൊരു 300 റുപ്പീസിന് തന്നെയാണ് കേട്ടോ ഓർണമെൻറ്റ്സ് ഒക്കെ മേടിച്ചിട്ടുള്ളൂ. കാരണം നമ്മൾ ക്രിസ്മസ് ട്രീ കുറച്ച് ചെറുതായതുകൊണ്ട് തന്നെ നമുക്ക് അധികം സൈസുള്ള ഓർണമെൻറ്റ്സും കാര്യങ്ങളും ഒന്നും വേണ്ടിയിരുന്നില്ല. ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു റേറ്റും കുറച്ച് കുറവാണെന്നുള്ളത്. കൂടിയതും ഉണ്ട്, കുറഞ്ഞതും ഉണ്ട്. നമുക്ക് സെലക്ട് ചെയ്ത് എടുക്കാനാണ് കുറച്ച് കഷ്ടപ്പാട്. കാരണം ഇത്രയും കളക്ഷൻസ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. നമുക്കൊരു ഫ്ലോറിൻ്റെ ഒരു സൈഡ് തൊട്ട് അപ്പുറത്തെ സൈഡ് വരെ നമുക്കൊരു ക്രിസ്മസ് ട്രീ ഡെക്കറേഷൻ ഐറ്റംസ് തന്നെയാണുള്ളത്. എനിക്ക് ഈ വീഡിയോയിൽ അവിടെയുള്ള എല്ലാം ഒന്നും വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവിടുന്ന് ഇവിടുന്ന് ഞാൻ ഓരോന്നായിട്ട് മാത്രമേ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. എൻ്റെ കൂടെ തന്നെ ഇഷാനിയും ഉണ്ടായിരുന്നു ഓരോന്നും സെലക്ട് ചെയ്ത് തരാൻ വേണ്ടിയിട്ട്. അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അവൾക്ക് നല്ല ഇഷ്ടം, ഇങ്ങനെ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നല്ല ഇഷ്ടമായിരുന്നു. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഏത് റേറ്റിലുള്ള സാധനങ്ങളും നമുക്കവിടെ അവൈലബിൾ ആണ്. വില കൂടിയതും കുറഞ്ഞതും എല്ലാം ഉണ്ട്. പിന്നെ നമ്മൾ അതിൽ നിന്ന് സെലക്ട് ചെയ്ത് എടുക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക് തന്നെയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ക്രിസ്മസ് ട്രീൻ്റെ സൈസിനനുസരിച്ചിട്ടുള്ള സാധനങ്ങളും നമ്മൾ സെലക്ട് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം നമുക്ക് എല്ലാം പല സൈസും പല സൈഡിലായിട്ടാണുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ ഓടി നടന്ന സാധനങ്ങൾ ഇങ്ങനെ മേടിക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. പിന്നെ അവിടുത്തെ തിരക്ക് എന്ന് പറയുന്നത് പോയിട്ടുള്ളവർക്ക് ചിലപ്പോൾ അറിയായിരിക്കും, എല്ലാ ദിവസവും അവിടെ തിരക്ക് തന്നെയാണ്. നമ്മൾ ഡിസംബർ 1st വീക്കെൻഡ് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അതും രാവിലെ തന്നെ. ഇല്ലെങ്കിൽ വീഡിയോ ഒക്കെ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ആൾക്കാർ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ ഒക്കെ കറക്റ്റായിട്ട് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഈ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. ഓൾറെഡി ഞാൻ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കാണണേ. ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ഐറ്റംസിനും 70 രൂപ, 50 രൂപ, 60 രൂപ അങ്ങനെ ഉള്ളതാണ് കേട്ടോ. പിന്നെ അവിടെ 10 രൂപയ്ക്കും 5 രൂപയ്ക്കും കൂടെ സാധനങ്ങളുണ്ട്. പിന്നെ ഒരേ സാധനങ്ങൾ തന്നെ ഡിഫറെൻറ്റ് കളേഴ്സിലും സൈസിലും നമുക്ക് അവൈലബിൾ ആണ്. എല്ലാ ഐറ്റംസും കൂടെ വരുന്ന കിറ്റും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനിങ്ങനെ ലൈറ്റ്സും കാര്യങ്ങളൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് എൻ്റെ അടുത്ത് ഓൾറെഡി ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ 2-3 ക്രിസ്മസ് തൊപ്പി മേടിക്കാൻ വേണ്ടി വന്നു. അവിടുന്ന് 3 സൈസിലുള്ള ക്രിസ്മസ് തൊപ്പി നമ്മൾ മേടിച്ചു. ഇനി നമുക്ക് വീട്ടിലെത്തി ക്രിസ്മസ് ട്രീ ഇഷാനി ഡെക്കറേറ്റ് ചെയ്യുന്നത് കാണാം. ഡെയിലി ഇപ്പം ഇങ്ങനെ ഓരോ സാധനങ്ങൾ തന്നെ താഴോട്ടെടുത്ത് വെക്കും, മേലോട്ടെടുത്ത് വെക്കും. ഇത് തന്നെയാണ് പരിപാടി. ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുക, ലൈറ്റ് ഇടുക, കാണുക. അപ്പം ഇങ്ങനെ ചെയ്യുന്ന കുട്ടികൾ ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. കൊച്ചുങ്ങൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുവാണെങ്കിൽ അതങ്ങ് സാധിച്ചു കൊടുത്തേക്കണം എന്നാണല്ലോ. അവരുടെ സന്തോഷമാണല്ലോ നമ്മളുടെ സന്തോഷം.
അപ്പോൾ ഈ വർഷത്തെ 600 രൂപയുടെ നമ്മുടെ ക്രിസ്മസ് ട്രീ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ക്രിസ്മസ് വരേക്കും ഇതിങ്ങനെ കാണണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതുവരേക്കും ഇങ്ങനെ കാണുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് വളരെ ഡൗട്ടുണ്ട്. എന്നും പോയിട്ട് ഇതിനെങ്ങനെ തൊട്ട് നോക്കി അവിടെ നിന്ന് എടുത്ത് അങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് മാറ്റി ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ളൂ. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ബൈ.